ഇന്ത്യൻ ആർമി ധൈര്യത്തിന്റെയും ത്യാഗത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും പ്രതീകം. നമ്മുടെ അതിർത്തികൾ സംരക്ഷിച്ച് രാജ്യത്തെ സുരക്ഷിതമാക്കുന്നതിനൊപ്പം ദുരിതങ്ങളിൽ ജനങ്ങൾക്ക് കരുതലായി എത്തുന്ന സൈന്യവുമാണ് ഇന്ത്യൻ ആർമി. ഈ ആർമി ഡേ നമ്മുടെ വീരസൈനികർക്കും അവരുടെ കുടുംബങ്ങൾക്കും ആദരവർപ്പിക്കാം. ദേശസ്നേഹത്തിന്റെ കരുത്തും പ്രത്യാശയും അവർ നമ്മിൽ ഉണർത്തുന്നു. രാജ്യത്തിന്റെ ഭൗമാതിർത്തികളെ സംരക്ഷിക്കാനും ആന്തരിക സുരക്ഷ ഉറപ്പാക്കാനും പ്രധാന പങ്ക് വഹിക്കുന്ന സേനാ വിഭാഗം. 1776 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ സ്ഥാപിതമായ ഈ സേന 1947 സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലേക്ക് മാറി. ജനറൽ KM കരിപ്പ ആദ്യ ഇന്ത്യൻ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു. ഇന്ത്യൻ ആർമിയുടെ പ്രധാന ദൗത്യം രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കലാണ്. LOC ദ ലൈൻ ഓഫ് കൺട്രോൾ പാകിസ്ഥാനുമായും LAC ദ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ചൈനയുമായും ഉള്ള അതിർത്തികൾ സംരക്ഷിക്കുകയും ആന്തരിക ഭീകരവാദം, കലാപം തുടങ്ങിയവ തടയുകയും ചെയ്യുന്നു. പ്രകൃതി ദുരന്തങ്ങളിൽ ജനങ്ങളെ രക്ഷപ്പെടുത്തുവാനും ആർമി സജ്ജമാണ്. ഇന്ത്യൻ സൈന്യം ചരിത്രത്തിൽ നിരവധി പ്രധാന വിജയങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. 1947-48 ജമ്മു കാശ്മീർ യുദ്ധം, 1971 ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമരം, 1999 കാർഗിൽ യുദ്ധം എന്നിവയിൽ ഇന്ത്യക്ക് വലിയ വിജയം ലഭിച്ചു. പ്രത്യേകിച്ച് ബംഗ്ലാദേശ് യുദ്ധം ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ഒരു നേട്ടമായി അത് കണക്കാക്കപ്പെടുന്നു. 1999 പാകിസ്ഥാൻ LOC ലംഘിച്ച് കാർഗിൽ മേഖല കൈവശപ്പെടുത്തുവാൻ ശ്രമിച്ചു. എന്നാൽ ഇന്ത്യൻ സേന ഓപ്പറേഷൻ വിജയ് നടത്തി കാർഗിൽ മേഖല തിരിച്ചുപിടിച്ചു. 1999 കാർഗിൽ യുദ്ധം ഇന്ത്യയുടെ പരമസാഹസികതയും ധൈര്യവും പ്രതിഫലിപ്പിക്കുന്ന ഒരു വലിയ വിജയമായിരുന്നു. സമീപകാലത്ത് 2020 ഗാൽവാൻ വാലിയിൽ ഇന്ത്യ ചൈന സൈനിക സംഘർഷമുണ്ടായി. 20 ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചുവെങ്കിലും ഇന്ത്യൻ സൈന്യം ചൈനീസ് സേനയെ വിജയകരമായി ചെറുത്തു. ഇത് ഇന്ത്യയുടെ അതിർത്തി സംരക്ഷണത്തിന് വലിയ മൈൽ സ്റ്റോൺ ആയി മാറി. 2022 കേന്ദ്ര സർക്കാർ ഇന്ത്യൻ സേനാ റിക്രൂട്ട്മെന്റിനായി അഗ്നിപഥ് പദ്ധതി ആരംഭിച്ചു. ഈ പദ്ധതിയുടെ ഭാഗമായി അഗ്നിവീർ എന്ന നിലയിൽ 4 വർഷം സേവനം നൽകുന്ന സൈനികരെ റിക്രൂട്ട് ചെയ്യുന്നു. ഇത് ആധുനിക സേനാ സംവിധാനത്തിലേക്ക് കടക്കുവാനുള്ള ഒരു പ്രധാന ഘട്ടമാണ്. 2022 യുക്രൈൻ റഷ്യ യുദ്ധമുണ്ടായപ്പോൾ യുക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ രക്ഷപ്പെടുത്തുവാൻ ഇന്ത്യൻ സേന ഓപ്പറേഷൻ ഗംഗ നടത്തിയത് വലിയ വിജയമായി. ഈ ദൗത്യം പ്രധാനമായൊരു രക്ഷാപ്രവർത്തനമായി കണക്കാക്കപ്പെടുന്നു. തുർക്കിയിലും സിറിയയിലും വലിയ പ്രളയവും ഭൂകമ്പവും ഉണ്ടായപ്പോൾ ആയിരക്കണക്കിന് ജീവനുകളാണ് നഷ്ടമായത്. ഈ ദുരന്തത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുവാൻ ഇന്ത്യൻ സേന ആദ്യമായി ഓപ്പറേഷൻ ദോസ്ത് എന്ന പേരിൽ ഹൃദയസ്പർശിയായ ഒരു രക്ഷാപ്രവർത്തനം നടത്തി. പ്രതിസന്ധിക്കിടെ മിത്രരാജ്യങ്ങളുടെ കൂടെ നിന്നത് ഇന്ത്യയുടെ സ്നേഹത്തിന്റെയും സഹജീവി കാരുണ്യത്തിന്റെയും തെളിവായി. ഇന്ത്യൻ സേനയുടെ പാർപ്പിട നിർമ്മാണം, ചികിത്സാ സഹായം, ഭക്ഷണ വിതരണം തുടങ്ങിയ സേവനങ്ങൾ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്നേഹ സന്ദേശം പ്രചരിപ്പിച്ചു. ഇന്ത്യൻ ആർമി പ്രതിരോധ സാങ്കേതിക മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഡ്രോണുകൾ, മിസൈൽ സിസ്റ്റങ്ങൾ, അണുവായുധങ്ങൾ എന്നിവയിൽ ആധുനിക പരിവർത്തനം നടപ്പാക്കുന്നു. ഫ്യൂച്ചർ ഇൻഫൻട്രി സോൾജിയർ അസിസ്റ്റ് സിസ്റ്റം FINSAS പദ്ധതിയും ഡിജിറ്റൽ സേനാ പ്രക്രിയകളും സജീവമാകുന്നു. ഇന്ത്യ UN സമാധാന സേനാ ദൗത്യങ്ങളിൽ വലിയ പങ്ക് വഹിക്കുന്ന ലോകത്തെ മുൻനിര രാജ്യങ്ങളിൽ ഒന്നാണ്. 160-ലധികം രാജ്യങ്ങളിൽ ഇന്ത്യൻ സൈനികർ സമാധാനം ഉറപ്പാക്കാൻ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ ആഗോള പ്രതിഫലനം വർദ്ധിപ്പിക്കുന്നു.
സമീപകാലത്ത് ഇന്ത്യൻ ആർമിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിച്ചിട്ടുണ്ട്. 2021 ആർമി ഏവിയേഷൻ കോർപ്സിൽ ആദ്യമായി സ്ത്രീ പൈലറ്റുമാർ ചുമതലയേറ്റു. ഇതോടൊപ്പം സ്ത്രീകളെ സ്ഥിരം കമ്മീഷനിലേക്ക് അംഗീകരിക്കുകയും ചെയ്തു. ഇന്ത്യൻ ആർമി ദേശസ്നേഹത്തിന്റെയും ധൈര്യത്തിന്റെയും പ്രതീകമാണ്. ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ സ്വദേശീയ പ്രതിരോധ ഉപകരണങ്ങൾ വികസിപ്പിക്കുകയും ആധുനിക സേനയായി അത് മാറുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ പ്രതിസന്ധികളെ വിജയകരമായി നേരിടുന്ന ഇന്ത്യൻ സൈന്യം ലോകത്തെ ഏറ്റവും വലിയ സൈന്യങ്ങളിൽ ഒന്നായി തുടരുന്നു.